അങ്ങനെ ഇന്ന് നടന്ന വാദത്തിൽ രാഹുലിനെതിരായ വിശദാംശങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. പ്രോസിക്യൂഷൻ വാദങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. ഇതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പുറത്താക്കിയത്. പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കിയെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. പിന്നാലെ നേതാക്കളുടെയൊക്കെയും പ്രതികരണങ്ങളും എത്തി. പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണത്തിലേക്ക് ഞങ്ങൾ പരിശോധിച്ചു, പരിഗണിച്ചു. എല്ലാ നേതാക്കന്മാരുമായിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡുമായിട്ട് ചർച്ച നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമെടുത്തു. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി ടിക്കറ്റിലാണ് ജയിച്ചത്. ആ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ്. അത് രാജിവെക്കുകയോ രാജിവെക്കാതിരിക്കുകയോ എന്തുകൊണ്ട് ഇനിയിപ്പോൾ ഇലക്ഷൻ 2-3 മാസമല്ല. എന്ത് തീരുമാനമെടുത്താലും നമുക്ക് യാതൊരു വിരോധമില്ല. അദ്ദേഹം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്വയം അത് രാജിവെക്കുന്നുവെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സംരക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള ആക്ഷനിലോട്ട് കോൺഗ്രസ് പോയി. ഇത് ഏറ്റവും വേഗത്തിലെടുത്ത ഒരു തീരുമാനം തന്നെയാണിത്. അതിനകത്ത് പാർട്ടിയിലെടുക്കേണ്ട ഒരു ഇമ്മീഡിയറ്റായി നടത്തേണ്ട ചില കൺസൾട്ടേഷൻ നടത്തി എന്ന് വിളിച്ചാൽ ബാക്കിയൊന്നുമില്ല. കൃത്യമായ സന്ദേശമാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ നൽകിയിരിക്കുന്നത്. പാർട്ടി MLA സ്ഥാനം കൊടുത്തതാണ്. പാർട്ടീനെ പുറത്താക്കിയപ്പോൾ സ്വാഭാവികമായി ആ സ്ഥാനത്തിന് തുടരാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ധാർമ്മികതയുള്ള പ്രവൃത്തിയല്ലല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി പുറത്താക്കപ്പെട്ട ആർക്ക് വേണ്ടിയും പാർട്ടിയിൽ വാദിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ അതാണ് നേതാക്കളുടെ ഒക്കെയും പ്രതികരണങ്ങൾ. ഇനി നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളിലേക്കും വിശകലനങ്ങളിലേക്കും പോകണം. നമ്മുടെ പ്രതിനിധികൾ ചേരുന്നു. PR പ്രവീണ, അഞ്ജു ജയപ്രകാശ്, VS സന്നു, അജിത് ബാബു എന്നിവർ തത്സമയം നമുക്കിപ്പം ചേരുന്നുണ്ട്. ആദ്യം അഞ്ജുവിലേക്കാണ്. കാരണം ഇന്നത്തെ കോടതി നടപടികളുടെ വിശദാംശങ്ങളിൽ നിന്നും ഈ വാർത്തയിലേക്ക് നമുക്ക് കടക്കാം. അഞ്ജു, രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്നലെ 1.5 മണിക്കൂർ നീണ്ട വാദത്തിനു ശേഷം ഒരു രേഖ കൂടി ഹാജരാക്കാൻ പ്രോസിക്യൂഷനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഇന്ന് പുതിയ തെളിവടക്കം പരിശോധിച്ച ശേഷമാണ് കോടതിയിൽ ഈ വാദം പൂർത്തിയായത്. രാഹുലിന്റെ അറസ്റ്റ് തടയണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന ആവശ്യം. പ്രതിഭാഗത്തിന്റെ വാദം തള്ളിക്കൊണ്ട് ഇപ്പോൾ മുൻകൂർ ജാമ്യം നിഷേധിച്ചു. അപ്പോൾ ഇന്ന് കോടതിയിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അഞ്ജു? സേതു, ഇന്നലെ 1.5 മണിക്കൂർ അടച്ചിട്ട കോടതിയിൽ വാദപ്രതിവാദങ്ങൾ ഉയർന്നു. ഇന്ന് അരമണിക്കൂർ ഉയർന്നു. അങ്ങനെ അടച്ചിട്ട കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള വിധി അത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചലനമുണ്ടാക്കുന്ന ഒരു വിധിയായിട്ട് മാറുക തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെട്ട വാദങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ ഈ നിർബന്ധിത ഗർഭചിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഇത്തരത്തിലൊരു പരാതി വന്നത് തന്നെ, ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നത് തന്നെ ഒരു RSS അതായത് BJP CPM കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ്, തന്റെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് എന്നതൊക്കെയാണ് രാഹുൽ പ്രതിഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നതെങ്കിൽ അതിനെയൊക്കെ ഗണ്ണിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ നിരത്തിയാണ് പ്രോസിക്യൂഷൻ അതിനെയൊക്കെ എതിർത്തിട്ടുണ്ടായിരുന്നത്. അത് കോടതിയിൽ ഇന്നലെ നിരത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു തെളിവ് കൂടി, ഒരു ഡോക്യുമെന്റ് കൂടി ഹാജരാക്കാനുണ്ടായിരുന്നു. അത് ഇന്ന് രാവിലെയോടുകൂടി തന്നെ കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കുകയും ചെയ്തിരുന്നു. അതാണ് ഈ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നതിന്റെ വിശദമായിട്ടുള്ള തെളിവുകൾ, സ്ക്രീൻഷോട്ടുകൾ ഇവയാണ് കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രതിഭാഗം നേരത്തെ ഹാജരാക്കിയ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും അതിജീവിത മരുന്ന് കഴിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്ന് തെളിയിക്കുന്ന സ്ക്രീൻഷോട്ടായിരുന്നു. പക്ഷേ അത് ആ സ്ക്രീൻഷോട്ട് ഈ ചാറ്റിന്റെ ഒരു വശത്തുള്ള സ്ക്രീൻഷോട്ട് മാത്രമാണ്. അതിന്റെ പൂർണ്ണ രൂപമാണ് ഇന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. അതായത് ഈ താൻ ആത്മഹത്യ ചെയ്യും, ഭീഷണിപ്പെടുത്തുന്നത് ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷമാണ് അത്തരത്തിലൊരു കാര്യത്തിലേക്ക് അതിജീവിതയ്ക്ക്, നിർബന്ധിത ഗർഭചിത്രത്തിലേക്ക് കടക്കാൻ അതിജീവിതയ്ക്ക് സാധിച്ചിട്ട്, അങ്ങനെ ഒന്നിലേക്ക് തീരുമാനമെടുക്കാൻ പോലും അതിജീവിതയ്ക്ക് കഴിഞ്ഞത് എന്ന് തെളിയിക്കുന്ന പ്രോസിക്യൂഷന്റെ തെളിവുകളായിരുന്നു അതിനു മുമ്പിൽ ഉണ്ടായിരുന്നത്. ഈ ഗർഭചിത്രം നടത്തി എന്നതിന് തെളിവായിട്ട് ഡോക്ടർമാരുടെ മൊഴികൾ ഉൾപ്പെടെ, ഈ അന്വേഷണ സംഘം സമർപ്പിച്ചിട്ട മൊഴികൾ ഉൾപ്പെടെ അത് കോടതിയിൽ ഹാജരാക്കാൻ ഈ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രധാനമായിട്ടുള്ള തെളിവായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് അതിജീവിതയെ സംബന്ധിച്ചിട്ടുള്ള തെളിവുകൾ, അത് സംബന്ധിച്ചിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകൾ, ഒപ്പം തന്നെ ചാറ്റുകൾ, ഇതും ഹാജരാക്കിയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ ബലാത്സംഗം ചെയ്തതിന് ശേഷം ആ നഗ്ന ചിത്രം പകർത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര ക്രൂരമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പെരുമാറിയത് എന്നതിനെ സംബന്ധിക്കുന്ന ചാറ്റുകൾ ഉൾപ്പെടെ കോടതിക്ക് ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ട്, പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് പ്രധാന തെളിവായിട്ട് മാറിയിട്ടുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ന് രജിസ്റ്റർ ചെയ്ത
പോലീസിനെതിരെ കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പരാതി, അതായത് രണ്ടാമത്തെ ബലാത്സംഗ പരാതി കൂടി, അതിന്റെ FIR കൂടി കോടതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ പക്ഷേ പ്രതിഭാഗം പറഞ്ഞത് പേര് പോലും ഇല്ലാത്തൊരു പരാതിയാണ് വന്നത്, ഇത് മനഃപൂർവ്വം മുൻകൂർ ജാമ്യം നിഷേധിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്നതായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം. എന്നാൽ പ്രോസിക്യൂഷൻ അതിനെ കൃത്യമായിട്ട് എതിർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം പോലീസ് ആ ഇമെയിലുമായി ബന്ധപ്പെട്ട നോട്ടീസ് അയച്ച് തുടർ നടപടികളിലേക്ക് കടന്നു. അപ്പോൾ കൃത്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങളാണ് ഇന്ന് കോടതിയിൽ വിശദമായി നടന്നിട്ടുണ്ടായിരുന്നത്. വിശദമായ വാദങ്ങൾക്കൊടുവിലാണ് കോടതി ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, വ്യക്തമാണ്. അപ്പൊ അതാണ് ഇന്ന് കോടതിയിൽ ഈ വിഷയമായി നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി VS അനു, ഇപ്പോൾ കഴിഞ്ഞ 8 ദിവസമായിട്ട് ഈ കേരളം ചർച്ച ചെയ്ത വലിയൊരു വിഷയമായിരുന്നു അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതി. നേതാക്കൾക്ക്, കോൺഗ്രസ് നേതാക്കൾ, അത് മുതിർന്ന നേതാക്കൾക്കടക്കം ഇവിടെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ട ഒരു ഗതികേടുണ്ടായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസ് നീക്കങ്ങളൊക്കെ നടത്തി. പക്ഷേ ആ നീക്കങ്ങളൊക്കെ അമ്പേ പൊളിഞ്ഞു പോയത് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ എല്ലാ വഴികളും പൂർണ്ണമായും അടഞ്ഞു, പാർട്ടി കൈവിട്ടു. ഇനി അന്വേഷണ സംഘത്തിന് മുന്നിലാണ് പന്ത്. രാഹുലിനെ അറസ്റ്റ് ചെയ്യുമോ അതോ രാഹുൽ ഒളിവിൽ തുടരുമോ, കീഴടങ്ങുമോ, രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കുമോ? എന്താണ് സാധ്യത അനു? ഇന്ന് രാവിലെ വരെ അന്വേഷണ സംഘം നമുക്ക് നൽകിയ വിവരം കിട്ടിയാൽ അപ്പോൾ അറസ്റ്റ് എന്നുള്ളതാണ്. കാരണം രാഹുലിന് വലിയ തരത്തിലുള്ള സഹായം ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ബാംഗ്ലൂരിൽ അല്ലെങ്കിൽ കർണാടകത്തിലേക്ക് കടന്നതിന് ശേഷം അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് റിസോർട്ട് സംഘങ്ങളുടെ കൃത്യമായ പിന്തുണയുണ്ട്. മാത്രമല്ല രാഹുലിനെ സഹായിക്കുന്നതിനും ഈ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. നിലവിൽ രാഹുലിനുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒരു സമാന്തര സംഘം തന്നെ രാഹുലിനെ സഹായിക്കും ഈ കർണാടക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴാണ് കോടതി ഈ പറയുന്ന അറസ്റ്റ് തടയണമെന്നുള്ള ഹർജി കോടതിയിലേക്ക് വരികയും എങ്കിൽ പിന്നെ അതിലൊരു തീരുമാനമായിട്ട് മതി എന്നുള്ള ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം പോകുന്നു. കാരണം കോടതി അങ്ങനെ വിധി പറയാൻ മാറ്റിവെക്കുന്ന ഒരു ഘട്ടത്തിൽ കയറി അറസ്റ്റ് ചെയ്താൽ അത് കോടതിയോടുള്ള അവഹേളനമായി വിലയിരുത്തും. പക്ഷേ മുൻകൂർ ജാമ്യം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിഷേധിച്ചുകൊണ്ട് കോടതി ഉത്തരവ് വന്ന ഉടനെ തന്നെ പോലീസ് ആക്ട് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ നിലവിൽ 2-3 പേര് പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അത് രാഹുലിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അടക്കമുള്ളവർ, പിന്നെ ഡ്രൈവർ ആൽവിൻ ഉൾപ്പെടെയുള്ളവർ, ജോസ് എന്ന് പറയുന്ന ഈ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയ ആൾ, അങ്ങനെ ഓരോരുത്തരെയും ഇപ്പോൾ നമുക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഓരോരുത്തരെയായി എടുത്തു തുടങ്ങി എന്നുള്ളതാണ് നമ്മളോട് സംസാരിക്കുമ്പോൾ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ അത് രാഹുലിലേക്ക് എത്തും. പരമാവധി വേഗത്തിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത് എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ രാഹുലിന് ലഭിക്കുന്ന ഈ ഒരു പിന്തുണ അല്ലെങ്കിൽ ചെറിയ സഹായങ്ങൾ അത് അന്വേഷണത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. കാരണം കർണാടകയിൽ വളരെ സ്വാധീനമുള്ള ആളുകളുടെ ബന്ധമാണ് രാഹുലിനെ സഹായിക്കുന്നത്. അതായത് ഒളിയിടങ്ങളിലേക്ക് വേഗത്തിൽ മാറാനും പുതിയ സിം കാർഡുകൾ എടുക്കാനും അല്ലെങ്കിൽ പുതിയ ഫോൺ അല്ലെങ്കിൽ കാറുകൾ, പുതിയ ഒളിയിടങ്ങൾ, അങ്ങനെ വളരെ വേഗത്തിൽ വലിയ പ്രാദേശിക ബന്ധമുള്ള സംഘങ്ങളുടെ സഹായമാണ് രാഹുലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പിടികൂടുന്ന ഒരു കാലതാമസം എന്നാണ് അതോ ഇനി ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ നമുക്ക് അധികം താമസിയെ തന്നെ അറിയാൻ കഴിയും. അന്വേഷണ സംഘം കുറച്ച് ദിവസമായിട്ട് തൊട്ടില്ലാന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. ഇനിയിപ്പം ഈ ഉടൻ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യുമോ അതോ കീഴടങ്ങുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വൈകാതെ തന്നെ അറിയാൻ കഴിയുമായിരിക്കും. ഇനിയിപ്പോൾ ഈ വിഷയം അത് പാർട്ടിയിൽ എങ്ങനെ ചർച്ചയാകുന്നു, മുന്നണിയിൽ എങ്ങനെ ചർച്ചയാകുന്നു എന്നാണ് അറിയേണ്ടത്. PR പ്രവീണുണ്ട്. പ്രവീണ, ഇപ്പൊ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയിട്ടുണ്ട്. MLA സ്ഥാനം രാഹുൽ രാജിവെക്കുന്നതാണ് നല്ലതെന്ന് നേതാക്കളൊക്കെ ഇപ്പോൾ പറയുന്നു. ഇപ്പോൾ ഞങ്ങൾ രാഹുലിനെ പുറത്താക്കി എന്നൊക്കെ ഈ പാർട്ടി പറയുമ്പോൾ അതൊരു ഗ്രേസ്ഫുൾ തീരുമാനമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഇപ്പോൾ കോടതി വിധി വന്ന ശേഷമാണ് ഈ ഒരു നിലപാടിലേക്ക് നേതാക്കൾ ഒരേ നിലപാടിലേക്ക് എത്തുന്നത്. ഇപ്പൊ ഇന്നലെ ഈ ഒരു തീരുമാനം എടുത്തിരുന്നു എന്ന് VD സതീശനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണാർത്ഥത്തിലൊരു തീരുമാനമായി പുറത്തു വന്നിരുന്നില്ലല്ലോ. അത് സംസ്ഥാന കോൺഗ്രസിൽ എങ്ങനെയാണ് ചർച്ചയാകുന്നത്? കാരണം ഇപ്പോൾ നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കി, സസ്പെൻഡ് ചെയ്തു. പക്ഷേ പിന്നീടും അയാൾ ഈ വിവാദങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങിയതിനു ശേഷം മണ്ഡലത്തിൽ സജീവമാകുന്നതും അവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിൽ പങ്കെടുക്കുന്നതും ആ മണ്ഡലത്തിൽ സജീവമാകുന്നതും പിന്നാലെ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതും ഇയാൾക്കെതിരെ ശബ്ദിച്ച VD സതീശനെതിരെ പോലും സൈബർ ആക്രമണം ഉണ്ടായതും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇപ്പോൾ പാർട്ടിയിൽ എങ്ങനെയാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പ്രവീണ?
ഇന്നലെ തന്നെ എടുത്ത തീരുമാനമായിരുന്നു. അത് നേതാക്കൾ പറഞ്ഞത് ശരിയാണ്. കാരണം ഇന്നലെ തന്നെ പാർട്ടിക്ക് പുറത്താക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അതിലൊരു പ്രശ്നം വന്നത് പാർട്ടി എടുക്കുന്ന തീരുമാനം കോടതി വിധിയെ ഒരു തരത്തിലും സ്വാധീനിക്കാനോ സ്വാധീനിക്കപ്പെടാതിരിക്കാനോ ഉള്ളൊരു ഇടയുണ്ടാക്കരുത് എന്നുള്ള നിലപാടിലേക്ക് എത്തിയിരുന്നു. അതുകൊണ്ടാണ് AICCയുടെ പോലും വിമർശനം നിലനിൽക്കെ അല്ലെങ്കിൽ അതൃപ്തി നിലനിൽക്കെ ആ തീരുമാനം ഇന്നത്തേക്ക്, അതായത് കോടതി വിധി വന്ന ശേഷം മതി എന്നുള്ള തരത്തിലേക്ക് മാറ്റിയത്. കോടതി വിധി വരുന്നതിന് 1 മിനിറ്റ് മാത്രം കോടതി വിധി വരുന്നു, തൊട്ട് പിന്നാലെ തന്നെ പുറത്താക്കൽ നോട്ടീസും വരുന്നുണ്ട്. അതായത് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ്, നേതാക്കൾ എല്ലാവരും കൂട്ടായ തീരുമാനമെടുത്തതാണ്. അല്ലാത്ത പക്ഷം തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് അടിയന്തരമായി എല്ലാ നേതാക്കളും ഒരുമിച്ച് ഐകകണ്ഠേന ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ അതിനു മുൻപ് രാഹുലിനെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ പിന്തുണച്ച UDF കൺവീനർ അടൂർ പ്രകാശിനെ പോലെയുള്ള നേതാക്കളുണ്ട്. പക്ഷേ ഇന്ന് അവരെല്ലാവരും ഐക്യപ്പെടുന്നതാണ് കണ്ടത്. മാത്രമല്ല നിലപാട് മാറ്റി MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു കാഴ്ചയും കൂടി കണ്ടു. എന്തായാലും കോൺഗ്രസിനുള്ളിൽ ഐകകണ്ഠേന തീരുമാനമെടുത്തിരിക്കുന്നു. പാർട്ടിക്ക് പുറത്താണ് രാഹുൽ. മാത്രവുമല്ല ഇനി പാർട്ടിയുടെ ഒരു തരത്തിലുമുള്ള, അതായത് ക്ലോസ്ഡ് ചാപ്റ്ററാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. പൊക്കിൾക്കൊടി ബന്ധം പോലും മുറിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി MLA സ്ഥാനം രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ളത് അയാളിൽ നിക്ഷിപ്തമായിട്ടുള്ള കാര്യമാണ്. അത് അയാൾ തീരുമാനിക്കേണ്ടതാണ്. പാർട്ടി ആവശ്യപ്പെടുന്നു ഒന്നടങ്കം അത് രാജിവെക്കണം. പക്ഷേ അത് തീരുമാനിക്കേണ്ടത് രാഹുലാണ്. ഓക്കെ, അപ്പം അതാണ് ഇപ്പോൾ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇനിയിപ്പോൾ അജിത്തിലേക്ക് കൂടി ഞാൻ പോവുകയാണ്. അജിത്തെ, പാലക്കാടിന്റെ MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ്. 1 വർഷത്തിനിപ്പുറം അയാൾ പാർട്ടിക്ക് പുറത്താണ്, അതും പീഡന കേസിൽപ്പെട്ട്. പാലക്കാട്ടെ നിലവിലെ സാഹചര്യം എന്താണ് അജിത്ത്? 1 വർഷം കൊണ്ടുണ്ടായ മാറ്റം അത് നമ്മൾ കാണുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിന് പാലക്കാട് എത്തിയതിനു ശേഷം വലിയ സ്വീകരണവും പരിഗണനയുമാണ് കോൺഗ്രസ് നേതൃത്വം നൽകിയത്. രാഹുലിനെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിൽ ഇവിടുത്തെ ഔദ്യോഗിക നേതൃത്വം ഉൾപ്പെടെ പ്രധാനപ്പെട്ട DCCയുടെ ചുമതലയുള്ള ആളുകൾക്ക് ഉൾപ്പെടെ എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം രാഹുൽ എത്തിയതിനു ശേഷം മുഴുവൻ പരിഗണനയും രാഹുലിന് ലഭിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തുന്ന നിലയിലേക്ക് രാഹുലിന് എല്ലാ മേഖലയിലും പരിഗണനയുള്ള രീതിയിൽ കോൺഗ്രസ് രാഹുലിനെ പരിഗണിച്ചു. പക്ഷേ അപ്പോൾ തന്നെയും ഈ വിവരങ്ങളൊക്കെ അറിയാമായിരുന്നു, പ്രധാനപ്പെട്ട ചില ആളുകൾക്ക് അറിയാമായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇതെല്ലാം പോട്ടെ സേതുലക്ഷ്മി, രാഹുലിനെതിരെ സസ്പെൻഷൻ ചെയ്തതിനു ശേഷം രാഹുൽ തിരിച്ച് മണ്ഡലത്തിലെത്തിയ സമയത്ത്, പ്രചരണ പരിപാടികളിൽ സജീവമായ സമയത്ത് രാഹുലിനോട് പരിപാടിക്ക് പോകരുതെന്ന് പറയാൻ പോലും ഇവിടുത്തെ ജില്ലാ നേതൃത്വം തയ്യാറായില്ല. അതാണ് ഒരു പക്ഷേ ഈ വിഷയത്തെ ഇത്രത്തോളം ഗൗരവമാക്കിയത്, ഇത്രത്തോളം സങ്കീർണമാക്കിയത് എന്നുള്ളതാണ്. വീട് കയറി പ്രചരണം നടത്തുന്നു, സ്ഥാനാർത്ഥിയുടെ ഒപ്പം പത്രിക സമർപ്പിക്കാൻ പോകുന്നു, ചുവരെടുത്ത് ഒട്ടിക്കാൻ പോകുന്നു, അങ്ങനെ സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ചകൾ പങ്കെടുക്കുന്നു. ഒരു സസ്പെൻഷനിലായ വേറെ ഏത് നേതാവിനാണ് ഇത്തരം പ്രിവിലേജ് കിട്ടുക എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വന്നു. പിന്നീട് പ്രകോപനപരമായി മാധ്യമങ്ങളുടെ മുമ്പിൽ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതുകൂടാതെ ചില നേതാക്കളൊക്കെ രാഹുലിനെ വെള്ളപൂശിക്കൊണ്ട് രാഹുൽ നിരപരാധിയാണെന്ന് പറയുന്ന രീതിയിൽ രംഗത്തെത്തി. സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ആ നിലയിലുള്ള പ്രതികരണം നടത്തിയത്. അതിനുശേഷമാണ് അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ തീരുമാനിക്കുകയും ആ പരാതി ഉണ്ടാകുകയും ചെയ്യുന്നത്. പിന്നാലെ നമുക്കറിയാം അതിനുശേഷം ഉണ്ടായ സംഭവത്തിൻ്റെ ഓരോ ദിവസങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ വലിയ തിരിച്ചടി, 1 വർഷത്തിനപ്പുറം ആ MLA ഓഫീസ് ശൂന്യമായി കിടക്കുന്നു. അതിനു മുമ്പിലുണ്ടായ പ്രതിഷേധങ്ങൾ, അതിനു മുമ്പിലുണ്ടായ മുദ്രാവാക്യങ്ങൾ, രാഹുൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകണമെന്ന ആവശ്യം, അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഇപ്പോൾ നടന്നു കഴിഞ്ഞു. രാഹുൽ ഇപ്പോൾ വെറും രാഹുൽ മാങ്കൂട്ടത്തിലായി മാറിയിരിക്കുന്നു. ആ നാടിൻ്റെ പേരിനൊപ്പം രാഹുലിൻ്റെ പേര് വരുന്നതിൽ പോലും ഇപ്പോൾ ചില ആളുകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അങ്ങനെ പറയുന്നത് പോലും അവർക്ക് അപമാനമാണെന്ന തരത്തിലുള്ള കമൻറ്റുകൾ ഉൾപ്പെടെ വരുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട 1 വർഷം, ആ 1 വർഷം പാലക്കാടിൻ്റെ തന്നെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന വർഷമാണ്. അതിൻ്റെ തുടർചലനങ്ങൾ എങ്ങനെയാകുമെന്ന്, മറ്റ് സ്ഥലങ്ങളിൽ ഇത് അവസാനിച്ചാലും പാലക്കാട് ഇത് തുടർ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അതെങ്ങനെ പ്രതിഫലിക്കും, പാലക്കാട് മാത്രമല്ല സംസ്ഥാന തലത്തിലടക്കം ഇതെങ്ങനെ പ്രതിഫലിക്കും എന്നുകൂടി വിലയിരുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം കാരണമായി എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. ഓക്കെ അജിത്ത്, വ്യക്തമാണ്. ശരി, അപ്പോൾ അതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന സംഭവങ്ങൾ. അയാളുടെ ജാമ്യാപേക്ഷ തള്ളി, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കി, പാർട്ടിയിലെ ചർച്ചകൾ, ഇനി അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വഴികൾ, പാലക്കാട്ടെ സാഹചര്യം മുഴുവൻ വളരെ വിശദമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു അഞ്ജു ജയപ്രകാശും VS അനുവും PR പ്രവീണയും ഒപ്പം അജിത് ബാബു.